Hello students, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് വിത്ത് ടാലിൻ്റെ നെക്സ്റ്റ് വർക്കിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ഒന്നാമത് റിയൽ അക്കൗണ്ട്സ് ആണ്. എന്താണ് റിയൽ അക്കൗണ്ട്സ് നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടീസ് ആൻഡ് അസെറ്റ്സ്. അസെറ്റ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് റിയൽ അക്കൗണ്ട്സ്. വിച്ച് ആർ ഓൺ ബൈ ദ ബിസിനസ് കൺസേൺ. അത് ആരുടെ കയ്യിലായിരിക്കും? ബിസിനസ്സിൻ്റെ. അതായത് ബിസിനസ് ഓൺ ചെയ്തിട്ടുള്ള അസെറ്റ്സ് പ്രോപ്പർട്ടീസിന് പറയുന്ന പേരാണ് റിയൽ അക്കൗണ്ട്സ്. റിയൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡ്സ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്. അതായത് രണ്ട് ടൈപ്പ് അക്കൗണ്ട് ഇതിൽ വരാം. ടാഞ്ചിബിൾ, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്നത്. അതായത് ഇൻടാഞ്ചിബിൾ, അത് പറ്റാത്ത രീതിയിലുള്ള അക്കൗണ്ട്സും ഇതിൽ വരാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ് വിൽ, ക്യാഷ് എക്സെട്ര. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസും അസെറ്റ്സ് ആണ് ബിസിനസ്സിൻ്റെ. നെക്സ്റ്റ് സെക്കൻഡ്, പേഴ്സണൽ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് വിച്ച് റിലേറ്റഡ് ടു പേഴ്സൺസ്. പേഴ്സൺസ് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. ആളുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ്, അതാണ് ഇത് പേഴ്സണൽ അക്കൗണ്ട്സ്. അതിൽ വരുന്ന കാര്യങ്ങളാണ് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ലെൻഡേഴ്സ് ഒക്കെ. ഇനി മൂന്നാമത്തത് നോർമൽ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് വിച്ച് റിലേറ്റഡ് ടു ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ഗെയിൻസ് ആൻഡ് ലോസസ് ഓഫ് ബിസിനസ് കൺസേൺസ്. അതായത് ഇൻകം, എക്സ്പെൻസ്, അതേപോലെ ഗെയിൻസ്, ലോസ്, അതിന് പറയുന്ന പേരാണ് നോർമൽ അക്കൗണ്ട്സ്. അതിൽ വരുന്നതാണ് സാലറി അക്കൗണ്ട്, ഡിവിഡൻഡ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. അക്കൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അസെറ്റ്സ്. ഇതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്നല്ലാത്ത രീതിയിലും അക്കൗണ്ട്സിന് ക്ലാസിഫൈ ചെയ്യാം. അസെറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അടുത്തത് നമുക്ക് റൂളിലേക്ക് പോവാം. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. There are separate rules of double entry system for different ends of accounts. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് റൂൾസ് ഉണ്ട്. There are 3 types of accounts namely. മെയിനായിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ 3 അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്സ്, സെക്കൻഡ് റിയൽ അക്കൗണ്ട് ആൻഡ് തേർഡ് നോർമൽ അക്കൗണ്ട്സ്. ഈ 3 അക്കൗണ്ട്സിനും ഡിഫറെൻറ്റ് റൂൾസാണ് വരുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ പേഴ്സണൽ അക്കൗണ്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദീസ് ആർ അക്കൗണ്ട്സ് ഓഫ് പേഴ്സൺസ് ഓർ ഫേംസ് വിത്ത് ഹോം ദ കമ്പനി ഹാസ് ബിസിനസ് ഡീലിംഗ്. ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ആണ് പേഴ്സണൽ അക്കൗണ്ട്സ്. അതിൻ്റെ എക്സാമ്പിൾ വിജയ് അക്കൗണ്ട്, മുരുകൻസ് അക്കൗണ്ട്, എക്സെട്ര. ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ റെസ്പെക്ട് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്സ് ഗിവൺ ബിലോ. ഡെബിറ്റ് ക്രെഡിറ്റ് റൂളാണ് അതിന് പറയുന്നത്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണ് റിസീവ് ചെയ്യുന്ന ആൾ, അയാൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആരാണ് നൽകുന്ന ആൾ, അയാൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് റൂള്. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഓഫ് വാട്ട് മേക്സ് എ പേയ്മെൻറ്റ് ടു മുരുകൻസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. മുരുകൻ ഒരു പേയ്മെൻറ്റ് നടത്തിയാൽ മുരുകൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇൻ വിജയ്സ് ബുക്ക് സിൻസ് ഹി റിസീവ്ഡ് ദ എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് വിജയ്സ് അക്കൗണ്ട്. നമ്മൾ വിജയ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെങ്കിൽ മുരുകൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതിൽ തന്നെ വിജയ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്ന രീതിയാണ്. അതായത് ആരാണ് റിസീവ് ചെയ്യുന്നത് അയാൾ ഡെബിറ്റ് ചെയ്യും, ആരാണ് നൽകുന്നത് അയാൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾസ്.